പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന വലിയൊരു ഫലമാണല്ലോ നന്മ. വിശുദ്ധ പൗലോസ് ഗലാത്യ 5:22 പറയുന്നുണ്ട്, സകല മനുഷ്യരിലേക്കും പരിശുദ്ധാത്മാവ് ചൊരിയുന്ന ഫലമാണ് നന്മയെന്ന്. നന്മ പരിശുദ്ധാത്മാവിലൂടെയാണ് ഓരോ മനുഷ്യരിലേക്കും ഒഴുകപ്പെടുന്നത്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനത്തിൽ പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലും വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലും വെളിപ്പെടുന്നു. പ്രകാശത്തിൻ്റെ ഫലം എന്നത് യേശു നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. അതായത് പ്രകാശത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഫലമാണ്. ആ ഫലം തന്നെയാണ് നന്മ. ഈ ഫലം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നന്മയാൽ പൂരിതരും എല്ലാ അറിവും നിറഞ്ഞവരും ആയിരിക്കുവിനെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-14 തിരുവചനം വായിക്കുമ്പോൾ ഈ സത്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വചനം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നന്മയാൽ പൂരിതരും എല്ലാ അറിവും നിറഞ്ഞവരുമായിരിക്കുവിൻ. നന്മയാൽ പൂരിതരാകണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെല്ലാം യഥാർത്ഥമായ അനുതാപത്തിലേക്ക് ഒരാളെ നയിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ നന്മ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നന്മ ചെയ്യുമ്പോൾ ആ നന്മ സ്വീകരിച്ച വ്യക്തി പാപകരമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുതാപത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചെന്ന് ഇരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളിലൂടെയുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ ശരീരവും മനസ്സും ആത്മാവും ആവശ്യമാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവ് ആദ്യം മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നു. ആത്മാവിൽ നിന്ന് നമ്മുടെ ചിന്തയിലേക്കും ഭാവനയിലേക്കും അതുപോലെ തന്നെ ബുദ്ധിയിലേക്കും ബോധ്യങ്ങളിലേക്കും ശരീരത്തിൻ്റെ തലങ്ങളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രസരിക്കുന്നു. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന നന്മ, കരുണ ഒരു വ്യക്തിയെ അനുതാപത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് റോമാലേഖനം 2:4 ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവം എന്തിനാ നമുക്ക് നന്മ ചെയ്യുന്നത്? നമ്മളിൽ നന്മ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്മയുടെ ഉറവിടമായ ദൈവം നന്മ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിലേക്ക് എന്തിനാണ് ദൈവം നന്മ ചൊരിയുന്നത്? അത് ഓരോ മനുഷ്യനെയും ദൈവം അനുതാപത്തിലേക്ക് നയിക്കുക. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരും നിറവുകളുള്ളവരല്ല. സകല മനുഷ്യരിലും എന്തെല്ലാം കുറവ് കാണും. 100 നന്മ ചെയ്യുന്ന വ്യക്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് കാണും. പക്ഷേ പലപ്പോഴും ആ 100 നന്മകൾ നമ്മൾ പറയാറില്ല, കാണാറില്ല. നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ കൂടുതൽ വിലയിരുത്തുന്നതും ഒരു വ്യക്തിയിലുള്ള കുറവിനെയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു വ്യക്തിയിൽ 100 നന്മയുണ്ടെങ്കിൽ ആ 100 നന്മയെക്കുറിച്ച് നമ്മൾ പറയത്തില്ല. ഈ കാലഘട്ടത്തിലാണെങ്കിൽ ആ നന്മയുണ്ടെങ്കിൽ ആ നന്മയെ വേറെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം ഒക്കെ ഒന്ന് വ്യാഖ്യാനിച്ച് വേറെ തരത്തിലാക്കി നോക്കും. ഇനി അതുമാത്രമല്ല, നന്മ പറയത്തില്ല.
എന്നാൽ മറിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് പ്രഘോഷിക്കും, മറ്റുള്ളവരോട് പറയും. അങ്ങനെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെക്കുറിച്ച് ആത്മപരിശോധന ചെയ്യുവാനും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് ദൈവത്തിന് മുമ്പിൽ നിന്ന് അനുതപിക്കുവാനും ഈ ദൈവത്തിൽ നിന്നും ഒഴുകുന്ന ദൈവത്തിൻ്റെ കരുണ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവകരുണയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം അതാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുറവുകളില്ലേ? നന്മ മാത്രം നിറഞ്ഞവരാണോ നമ്മളെല്ലാം കുറവുള്ളവരല്ലേ? ഈ കുറവുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുതപിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എന്തുമാത്രം നന്മകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം പോലും ജീവിക്കുവാൻ അവിടുന്ന് നമ്മളെ അനുവദിച്ചുകൊണ്ട് അവിടുത്തെ നന്മ നമ്മളിലേക്ക് ചൊരിയുന്നു. ഇപ്പോൾ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ സൽപ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ ആരുടെയും നന്മ കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ദൈവത്തിൻ്റെ നന്മ ഒന്നുകൊണ്ട് മാത്രമാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് അനുതപിക്കുവാനും ദൈവത്തിൽ നിന്നും ഇരട്ടി അനുഗ്രഹം സ്വീകരിക്കുവാനും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് കരുണയുടെ ലക്ഷ്യമെന്നരുളി ചെയ്ത കർത്താവേ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെക്കുറിച്ചൊന്ന് അനുതപിക്കുവാനും അതോടൊപ്പം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരിൽ നന്മ കാണുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.